എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ കണ്ടന്റിൽ വലിയ കാര്യമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. വെറുതെ സമയം പാഴാക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന സമയത്ത് ഒരു റീല് കണ്ടു. ആ ഒരു റീലിന്റെ കമന്റ് ബോക്സിലേക്ക് പോയ സമയത്ത് ആ ഒരു റീലിൽ കണ്ട ആ ഒരു സന്തോഷം മുഴുവനായിട്ട് അങ്ങോട്ട് നശിച്ചു. ആ ഒരു കമന്റ് ബോക്സിലെ മതസൗഹാർദ്ദ ക്രിഞ്ചി കമന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളും ഇത്തരത്തിൽ ഒരു ഗുണമില്ലാത്ത ബോറന്മാരായിട്ട് മാറാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളുക. എന്താണ് മതസൗഹാർദ്ദം? ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ എപ്പോഴും മതസൗഹാർദ്ദത്തെക്കുറിച്ചിട്ട് പൊക്കി പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഒരു ചെറിയ ലൈറ്റ് മതവർഗീയവാദിയാണ്. അല്ലാത്ത ഒരുത്തൻ എപ്പോഴും മതസൗഹാർദ്ദത്തെക്കുറിച്ചിട്ട് വലിയ കാര്യമായിട്ട് ചിന്തിക്കത്തില്ല. ഈ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണോ അതോ മതവാദികൾ തമ്മിലുള്ള സൗഹാർദ്ദമാണോ വിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദമാണോ ആളുകൾ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, വേറൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേറൊരാൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദമാണോ ഈ മതസൗഹാർദ്ദം? ഇത് നമ്മൾ വളരെയധികം കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ മറ്റൊരു മതസ്ഥൻ വേറൊരു മതസ്ഥൻ, ഞാൻ വേറൊരു മതസ്ഥൻ എന്ന് ചിന്തിക്കുന്നവനാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന കാര്യത്തിൽ അത്രയധികം അങ്ങോട്ട് പുളകം കൊള്ളുന്ന ഒരുത്തൻ. അല്ലാത്തവൻ ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കത്തില്ല. അതേപോലെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു തത്വം എന്താണ്? അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ മതത്തെ നീ ഒന്നും പറയരുത്, നിന്റെ മതത്തെ ഞാനൊന്നും പറയാൻ വരുന്നുമില്ല. നമ്മൾ ഒരു ബാലൻസിൽ ഈ തട്ടിപ്പ് പരിപാടി അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല, ഇത് സുന്ദരമായിട്ട് അങ്ങോട്ട് നടന്നു പോകും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പേടി. മറ്റേ ഗ്രൂപ്പുകാരൻ എന്നെ ആക്രമിക്കാൻ വരുമോ എന്നുള്ളൊരു പേടി. അവൻ ആക്രമിക്കാൻ വരും എന്നുള്ള പേടിയിൽ നിന്ന് അവൻ വരാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. അവൻ മറ്റൊരു ഗ്രൂപ്പുകാരനായിട്ടും എന്നെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നു എന്നുള്ളൊരു സന്തോഷം. ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയുടെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അവരുടെ ചില സന്തോഷങ്ങളാണ് ഈ മതസൗഹാർദ്ദ സന്തോഷങ്ങൾ. ഇത് ഉള്ളിൽ വെച്ചിട്ട് ആഘോഷിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതെടുത്ത് പുറത്തേക്ക് തട്ടുമ്പോൾ ഭയങ്കര അരോചകമാണ്. ആരെ 3 പേരെ കണ്ടാലും അവിടെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഇമോജി ആയിട്ട് വരുന്നവന്മാരെ കണ്ടാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നും. വളരെ രസകരമായിട്ടുള്ള ഒരു റീല് ഞാൻ മുന്നേ കണ്ടതാണ്. ഇതിന്റെ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല, എന്തോ ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്, കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഇതാണ് ആ ഒരു റീല്. ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആദ്യ കാഴ്ചയിൽ തോന്നുന്നത്? അതൊരു എക്സ്പെരിമെന്റ് ആണ് കേട്ടോ, മനസ്സിൽ ഇങ്ങനെ തോന്നി വെച്ചോളുക. ഇത് കണ്ടപ്പോൾ ജെനുവിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള തോന്നലുകൾ തോന്നിയില്ല, സന്തോഷമല്ലാതെ വളരെയധികം സന്തോഷം തോന്നി. കാരണം 3 ആൾക്കാരെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആക്ടർ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ ബൊഗൻവില്ലയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ റേഞ്ച് സംഭവങ്ങളാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കൊച്ചിയിലെ കണ്ട ആ ഒരു കഥാപാത്രങ്ങളിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഈ അയ്യപ്പനും കോശി എന്ന് പറയുന്ന മൂവി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പോൾ അതിലെ ബിജു മേനോന്റെ ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒരു കഥാപാത്രത്തിലേക്ക് മാറിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സിനിമയുമാണ് ഈ അയ്യപ്പനും കോശി. അതിനകത്തെ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഈ ഒരു റീല് കണ്ട സമയത്ത് തോന്നി. പിന്നെ ആസിഫ് അലിയെ കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും പല മൂവി റിവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഫാൻ പേജുകളൊക്കെ എപ്പോഴും എടുത്ത് ഇങ്ങനെ സ്റ്റോറി ആക്കി ഇടാറുണ്ട്, റീലായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. എനിക്കത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മുഖത്ത് ഇമോഷൻസ്, എക്സ്പ്രഷൻസ്, ഇപ്പോൾ ഒരു സന്തോഷമാണെങ്കിലും പരിഭ്രമമാണെങ്കിലും പേടി എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല രീതിയിൽ കാട്ടിത്തരാൻ പറ്റുന്ന വിരള നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി. അതൊരു ഗംഭീര സംഭവമാണ്. ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പേടി, ഒരു സംശയം, ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല, എന്നാൽ ഒരു നായകന്റെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത് ചില സിനിമകളിൽ ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. ഈ കൂമൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ആസിഫ് അലിയുടെ ഒരു സംഭവമുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഓടി വന്നത്. ഈ 3 ആളുകളെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് വേറൊരു കാര്യം വേണമെങ്കിൽ ചിന്തിക്കാം. മലയാള സിനിമയിലെ ഒരു സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണുന്ന ഇന്റർവ്യൂസ് പലപ്പോഴും ഈ ആക്ടേഴ്സ് തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ ഉണ്ടാവുന്നതാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മടിയും ഇല്ലാതെ അവരുടെ സൗഹൃദ സദസ്സുകളിൽ ഇരുന്നതുപോലെ ട്രോളും. ബേസിലും അതേപോലെ തന്നെ ധ്യാന ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും നസ്രിയയും ഈ റീസെന്റ് ആയിട്ട് നമ്മൾ എന്തോരം ഇന്റർവ്യൂസ് കാണുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്ന ടോബിനോ ഒക്കെ.
അപ്പോൾ നമുക്ക് ഇതാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത്. എന്നാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം വൈകൃതം നിറഞ്ഞ ചിന്താഗതിയുള്ള മജോറിറ്റിയാണ് നമ്മളെന്നോർത്ത് നമുക്ക് വിഷമം തോന്നും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന ഒരു കമൻറ്റ് ഇതാണേ: ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒറ്റ ഫ്രെയിമിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിൽ വളരെ ഒരു മൈനോറിറ്റി മാത്രമായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ളമാര് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളുക. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം വർഗ്ഗമാണ് ഇത്തരത്തിലുള്ള ചിന്തയുമായിട്ടിരിക്കുന്ന ആളുകൾ. ഇതിൻ്റെ താഴെ ഏകദേശം 10,000-ഓളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. മതസൗഹാർദ്ദം പറഞ്ഞ് കമൻ്റ് ഇടുന്നവരാണ് ഏറ്റവും ഡേഞ്ചർ. ഈ നല്ല വീഡിയോയ്ക്കിടയിലും അവന്മാർ കാണുന്നത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒക്കെയാണ്. കുറച്ച് ആളുകൾക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട്. നമ്മളും അത് മനസ്സിലാവുന്ന ആ ഒരു മൈനോറിറ്റിയുടെ ഭാഗമായിട്ട് മാറുക. പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സ്. ആംഗ്രി സോൾ എന്ന് പറഞ്ഞൊരുത്തൻ്റെ കമൻറ്റ് മറ്റേ മതത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഇമോജി ആയിട്ട് ഇട്ടിരിക്കുന്നു. അതും മനുഷ്യജാതി. ഈ കമൻ്റ് ഇടുന്നവന്മാരൊക്കെ മനുഷ്യന്മാരും വല്ലതും ആണോ? 3 ആളുകൾ നിൽക്കുന്ന സമയത്ത് അവിടെ മതം ചെയ്യാൻ പോകുന്നവനൊക്കെ മനുഷ്യനാണോ? അതിന് താഴെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ട്: 3 മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇല്ല, 3 മതങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈക്ക്. അതാണ് ലോകം. അതിൻ്റെ കൂടെ ഷാഹിദ് കൊപ്പം, ബോബൻ മേനോൻ അലി, ആഹാ എത്ര സുന്ദരം, നമ്മൾ പൊളിയല്ലേ. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒരു സിനിമ മതസൗഹാർദ്ദം ഉദ്ദേശിച്ച് ചെയ്ത ഒരു സിനിമയാണ് എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതുവരെ ആ ഒരു പേരുകളുടെ പിന്നിലുള്ള മതത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നാദിർഷ അത് ചിന്തിച്ചിട്ടാണോ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വൻ പരാജയം തന്നെ. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എവിടെയാണ് മതം കണ്ടാൽ കുരു പൊട്ടിക്കുന്നവർ, ഇതാണ് ഞങ്ങളുടെ മതസൗഹാർദ്ദം. അവരും മതത്തിൻ്റെ സൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയല്ല അവിടെ ഇരുന്നത്, സൗഹൃദമാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ധാരാളം ആളുകൾ നമ്മളോട് പഠിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മതം നോക്കിയിട്ടാണോ വഴി വെച്ച് കാണുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പോയി സൗഹൃദം കാണിക്കുന്നത്? അങ്ങനെ കാണിക്കുന്നവരുണ്ടായിരിക്കാം. മറ്റൊരു വൃത്തികെട്ട കമൻ്റാണ്: ഇതൊക്കെയാണ് ജാതി മതം പറഞ്ഞ് നടക്കുന്നവർ കാണേണ്ടത്, അച്ചായനും ഏട്ടനും ഒക്കെയും. അവൻ വലിയ ഡയലോഗ് അടിച്ചിട്ട് അതിനകത്ത് 3 സാധനം കൊണ്ടേ കലക്കേക്കാണ്: അച്ചായനും ഏട്ടനും ഒക്കെയും. ഈ ഇക്ക, ഏട്ടൻ, അച്ചായ എന്നൊക്കെ വിളിച്ച് പുളകം കൊള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന സ്ഥലം നോക്കി, നമ്മളുടെ പേരിൻ്റെ വാല് നോക്കി ഇവരങ്ങനെ ഒരു സ്ഥാനപ്പേരൊക്കെ ഇട്ട് നൽകുകയാണ്. ഇപ്പോൾ ചേട്ട എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ട് പ്രായത്തിന് മൂത്ത ആൾക്കാരെ വിളിക്കുന്നത്. അപ്പോൾ ഈ വിളിക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും മതചിഹ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏട്ടൻ മാറ്റി ഇക്കയാക്കുന്ന ഒരു വലിയ സൽക്കർമ്മമൊക്കെ ഇവിടെയുള്ള ആളുകൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ അച്ചായ എന്ന് വിളിച്ചിട്ട് ബഹുമാനിക്കാറുണ്ട്, ഒലിപ്പിക്കാറുണ്ട് ചില ആളുകൾ. ഈ അച്ചായ എന്ന് എല്ലാ ആൾക്കാരെയും വിളിക്കത്തൊന്നുമില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ സംഗതി. ഇപ്പം കോട്ടയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അച്ചായന്മാരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആളുകളുള്ള സ്ഥലങ്ങൾ. അവിടെ നിന്ന് വരുന്ന കാശുള്ള ഇവരുടെ ആ ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആളുകളെയാണ് ഇവർ ഈ അച്ചായ എന്നൊക്കെ വിളിക്കുന്നത്. അല്ലാതെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഒരു പേരും ബഹുമാനവും ഒന്നും അല്ല അത്. കൃത്യമായിട്ട് നിറവും ജാതിയും അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ചില ബഹുമാനങ്ങളൊക്കെ ചില ആളുകൾ നൽകുന്നത്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളിലെ എല്ലാ ആളുകൾക്കും അവിടെ നിന്ന് വരുന്നവർക്ക് പോലും ഇത് കിട്ടത്തില്ല, ഈ ഒരു അംഗീകാരം കിട്ടത്തില്ല. അതിന് ചില ക്രൈറ്റീരിയകളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഈ ടോവിനോ ഒരിക്കൽ അതിനെക്കുറിച്ചിട്ട് പറയുകയുണ്ടായി, അങ്ങനെ വിളിക്കരുത് എന്നുള്ളത്. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ ഇക്ക വിളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ അതിൻ്റെ ഒഴിവാക്കാൻ തന്നെ പറ്റത്തില്ല. ഇക്ക, കാക്ക. അപ്പം കാക്കയൊക്കെ പിന്നെ കുറച്ച് കോമഡി ആയി മാറിയതുകൊണ്ട് ഇപ്പോൾ അധികം ആളുകൾ ഉപയോഗിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത ഒരു വേർഡ് എടുത്തിട്ട് മതപരമായിട്ടുള്ള ബഹുമാനങ്ങൾക്ക് വേണ്ടി ഈ ബന്ധങ്ങൾക്കിടയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? അതിനിടയ്ക്ക് ഷീജ പങ്കജവള്ളിയുടെ ഒരു കമൻറ്റ്: മതത്തിൻ്റെ പേരിൽ മനുഷ്യനെന്ന പരിഗണനകൾ പോലും കൊടുക്കാതെ വില കൽപ്പിക്കാതെ പരസ്പരം തല്ലിച്ചാകുന്ന ജന്മങ്ങളെ ഇത് കണ്ടുപഠിക്കരുതോ? എനിക്കുമുണ്ട് ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ. കൃത്യമായിട്ടുള്ള മതവർഗീയ ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കമൻ്റാണ്. ഈ സംഘികൾ ഈ കഴിഞ്ഞ കാലം വരെയൊക്കെ വേദികളിൽ പുളകം കൊള്ളിപ്പിക്കാൻ വേണ്ടി, മറ്റേ കയ്യാലപ്പുറത്തെ സംഖ്യകളെ പുളകം കൊള്ളിപ്പിക്കാൻ വേണ്ടി പറയുന്ന 1-2 ഈ ഒലിപ്പിക്കൽ വാക്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ എന്ന് പറയത്തില്ല, കാരണം നമ്മളാണല്ലോ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള ആളുകൾ. അപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ. ഇപ്പോൾ ഈ BJP നേതാക്കളൊക്കെ വന്നിട്ട് ഈ മുസ്ലിം വിരുദ്ധത പറയുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ മേമ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്ന ചില സംഗതികളൊക്കെ ഇല്ലേ, അവർ പറയുന്നത് എന്താണ്? എനിക്കുമുണ്ട് മുസ്ലിമായിട്ടുള്ള കൂട്ടുകാരന്മാർ, മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മൊത്തത്തിൽ വർഗീയ ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു ഉഡായിപ്പ്, മുഖംമൂടി, പുതപ്പ് പരിപാടികളൊക്കെയാണ്. കാലം മാറുന്നതനുസരിച്ച്, ചിന്താരീതികൾ മാറുന്നതനുസരിച്ച്
നമ്മൾ പരിഷ്കരിക്കപ്പെടുമ്പോൾ ഒഴിവാക്കേണ്ട ചില പദപ്രയോഗങ്ങളൊക്കെയാണ് ഈ മതസൗഹാർദ്ദം പോലെയുള്ള പദപ്രയോഗങ്ങൾ. ഇതൊന്നും പറഞ്ഞ് അങ്ങനെ പുളകം കൊള്ളരുത്. ഭയങ്കര നാണം കെട്ട ഒരു സ്ഥിതിവിശേഷം ആളുകൾക്ക് മനസ്സിലാവും. മതസൗഹാർദ്ദം വേറെ ഒരു നാട്ടിലും അത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലയിടത്ത് അത് പറയേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഡൊമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ ഈ പറയുന്ന സംഭവം വലിയൊരു സംഭവമാണ്. ഇവിടെ ഉള്ളവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും പറഞ്ഞ് തല്ലി കൊണ്ടിരിക്കുന്ന ടീമുകളാണ്, തമ്മിൽ തല്ലാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഇവന്മാർക്ക് 3 മതത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു പോകുന്ന സമയത്ത് വലിയ സന്തോഷം തോന്നുന്നത്. പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഇത് ഉള്ളിലിരിക്കട്ടെ, മറച്ചു വെക്കുക. പുറത്തേക്ക് എടുത്തിടുന്ന സമയത്ത് അത്രയധികം അപമാനകരമാണ് ഈ പറയുന്ന ഒരു വേർഡിൻ്റെ ഓവറായിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കമൻറ്റിട്ടേക്ക് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കി വെച്ചോളുക. അവന്മാരായിരിക്കും ഏറ്റവും വലിയ വിഷയക്കാരായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഈ മതസൗഹാർദ്ദ ക്രഞ്ചികൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ ഇതിനെ തിരിച്ചറിയുകയും ഇതിനെതിരെയൊക്കെ വർത്തമാനം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഏതെങ്കിലുമൊക്കെ മതപാഠശാലകളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം പൂർത്തിയാക്കി ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്കിടയിലെ ഈ ഒരു വേടൊക്കെ ഭയങ്കര പുളകം കൊള്ളിക്കുന്ന വേടുകളാണ്. ഇപ്പോൾ പിന്നെ ഈ പുതിയൊരു അത് വലിയ ഒരു റിയാലിറ്റിയാണ്. ഇപ്പോൾ കുറേ മതസൗഹാർദ്ദക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്, മറ്റേ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഒക്കെ വന്നല്ലോ. അപ്പോൾ ഇടയ്ക്കൂടെ നൈസായിട്ട് ഇത്തിരി പോരാളികളെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ പോരാളികൾക്കെതിരെ പറയാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയരുതേ, അത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുകയെ, മതസൗഹാർദ്ദം വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും എടുത്ത് അലക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു എക്സാമ്പിളാണ്. ഞങ്ങൾ നിങ്ങളെ പറയില്ല, നിങ്ങൾ ഞങ്ങളെ പറയരുത്. നമ്മളുടെ തോന്നിയാസങ്ങൾ നമുക്കിടയിൽ ഇരിക്കട്ടെ. നമ്മളൊക്കെ മതങ്ങളും മതത്തിൻ്റെ വാദികളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചെളിവാരി അറിയാതെ നമുക്ക് നൈസായിട്ട് മുന്നോട്ടേക്ക് പോകാം. അവർക്ക് മാത്രമേ ഇത് കാണുമ്പോൾ പുളകം തോന്നാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ടല്ലോ, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, സമാധാനം എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.